വയനാട് ജില്ലയിൽ പല സ്ഥലങ്ങളിലായി പല അപകടങ്ങൾ ഇപ്പോൾ തുടർക്കതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെയുള്ള റോഡുകളെല്ലാം വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പക്ഷേ റോഡിൽ വേണ്ടതായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും വാഹനങ്ങൾ വളരെ സ്പീഡിൽ വന്നുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഇടിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ടീച്ചർ ഇതേപോലെ തന്നെ ഒരു റോഡിൽ നിന്നാണ് ആക്സിഡന്റിലൂടെ നഷ്ടപ്പെടുകയുണ്ടായത്. ഇപ്പോൾ നമ്മളുള്ളത് നടവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊരു കുടിയേറ്റ മേഖലയായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു വലിയ ടൗൺ തന്നെയാണ് നടവയൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു അവസ്ഥ നമുക്ക് കണ്ടാലറിയാം. ഈ റോഡിൽ പ്രത്യേകിച്ച് ഒരു സുരക്ഷാ സംവിധാനമില്ല. 4 സ്ഥലങ്ങളിലാണ് തിരുപ്പണിയിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ പനമരത്തിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ കൂടോക്കമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ 4 കൂടിയ റോഡാണ് ഇവിടെ. പക്ഷേ ഇവിടെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാത്തതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെ സ്പീഡിലെത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെയുള്ള ആളുകളുണ്ട്, അവരോട് തന്നെ നമുക്ക് ചോദിക്കാൻ ഇവിടുത്തെ ഒരു അവസ്ഥ റോഡിൻ്റെ. നടവേലിൽ എല്ലാ ദിവസവും അപകടങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. അതായത് 2 മെയിൻ റോഡുകൾ ഈ നടവേൽ നാൽക്കവലയിൽ സന്ധിക്കുകയാണ്. അപ്പോൾ ഇവിടെ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്ന ആ റോഡിൻ്റെ ഭാഗത്ത്, അതേപോലെ ബീനാച്ചിയിൽ നിന്ന് വരുന്ന ഈ റോഡും ഇവിടെ നല്ല രീതിയിൽ റോഡിൻ്റെ പണികൾ നടന്നിരിക്കുന്നത് കൊണ്ട്, പണി തീർന്നിട്ടില്ല, പക്ഷെ പണികൾ നടന്നതുകൊണ്ട് ലെവലൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വാഹനങ്ങളെല്ലാം അമിത വേഗതയിൽ ഇതിൽ ചീറിപ്പായാണ്. ഇവിടെ നിത്യേനയാണോ അപകടങ്ങൾ? നിത്യേന അപകടമുണ്ട്. കഴിഞ്ഞ ദിവസവും ഇവിടെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അധികൃതരുടെ ഭാഗത്തേക്ക് മുന്നോട്ട് വെച്ച് കഴിയുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള നിവേദനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരൊക്കെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ടും തട്ടി ഒരു ഉത്തരവാദിത്വം തീരുമാനവും പറയുന്നില്ല. കഴിഞ്ഞ ദിവസവും PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ കണ്ടിരുന്നു. അവർ വേണ്ടത് ചെയ്യാം എന്നവർ ഞങ്ങളോട് അങ്ങോട്ട് പറയുകയുണ്ടായി. പക്ഷേ വേണ്ട ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. എത്രയും വേഗം ഇവിടെ ജനങ്ങളുടെ ജീവന്, അതേപോലെ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിരവധി ആരാധനാലയങ്ങൾ, ഒത്തിരി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എല്ലാം ഉള്ള പ്രദേശമാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളെയും വയോധികരായിട്ടുള്ള ആളുകളുടെയും ഒക്കെ സുരക്ഷ അധികൃതരാണ് ഏറ്റെടുത്ത് നടത്തേണ്ടത്. ഇമരം ബീനാച്ചി റോഡിന്റെയും വേലിയമ്പം കൂടോത്തുമൽ റോഡിന്റെയും സംഗമ സ്ഥാനമാണ് നടവേൽ ടൗൺ. യാതൊരു തരത്തിലുള്ള ട്രാഫിക് പരിഷ്കരണവും ഇതുവരെ നടപ്പിലാക്കാത്ത ഒരു ടൗണും കൂടിയാണിത്. 100 കണക്കിന് വാഹനങ്ങൾ ദിനംതോറും എപ്പോഴും ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്നു. അപകടമെന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എല്ലാ ദിവസവും അപകടം ഉണ്ടാകുന്നു. ദൈവാനുഗ്രഹം കൊണ്ടാണ് പല അപകടങ്ങളും തലനാരിഴയ്ക്ക് ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ദിവസവും ഇവിടെ അപകടമുണ്ടായി. ആ അപകടത്തിൽപ്പെട്ട സ്ത്രീ ഇപ്പോൾ ബിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണുള്ളത്. എത്രയോ അപകടങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് നാട്ടുകാരായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നാട്ടുകാര്, ക്ലബ്ബുകൾ, ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഇവരൊക്കെ അധികാരികളുടെ മുമ്പിൽ നിവേദനങ്ങളുമായി കയറി ഇറങ്ങുകയാണ്. ഇനി ഇത് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കേണ്ടത് ആരാ? പഞ്ചായത്തിന്റെ കീഴിലാണല്ലോ ഈ പ്രദേശം. പൂതാടി പഞ്ചായത്തിന്റെ കീഴിൽ ഒരു ചെറിയ ഭാഗം ടൗണിന്റെ, പനവരം പഞ്ചായത്തിന്റെ കീഴിൽ ഒരു ചെറിയ ഭാഗം, കണിയാമ്പറ്റ പഞ്ചായത്തിന്റെ കീഴിൽ മറ്റൊരു ഭാഗം. ഈ 3 പഞ്ചായത്തുകളും കൂടെ ഒരുമിച്ച് ആലോചിച്ച് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണം. നടവേൽ ടൗണിന്റെ മധ്യത്തിൽ തന്നെയാണ് ബസ് നിർത്തി ആളുകളെ കയറ്റുന്നത്. അത് മാറ്റിക്കൊണ്ട് നടവേൽ ടൗണിനെ ഫ്രീ ആക്കണം.